അപ്പോൾ നമ്മുടെ ടാറ്റ സീറ സ്റ്റാർട്ട് ചെയ്യാനുള്ള നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കുന്ന പത്മിനിയിൽ നിന്ന് ബാറ്ററി എടുത്ത് ഇതിലിട്ട് നോക്കിയിട്ട് സ്റ്റാർട്ട് ആവാൻ നോക്കണം. അപ്പം ഇതിൽ കിടക്കുന്ന ബാറ്ററി ഞാൻ പറഞ്ഞ പോലെ തന്നെ വാറൻറ്റിയുള്ള ബാറ്ററിയാണ്. പക്ഷേ അതിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ ഡിസ്കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിസ്കണക്ട് ചെയ്യുക. പിന്നെ ആ ടൈമിൽ ഇഗ്നീഷൻ എല്ലാം ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്രയും കാര്യം നോക്കിയാൽ മതി. ഈ റെഡ് കാണുന്ന വയറായിരിക്കും മിക്കവാറും പോസിറ്റീവ് എടുക്കുന്ന ആ വയർ. അപ്പോൾ അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. ഇതാണ് ബാറ്ററി. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ബാറ്ററി. അപ്പോൾ ഈ കിടക്കുന്ന പത്മിനി അതിൻ്റെ ഉള്ളിലെടുക്കുന്ന ആ ഒരു ബാറ്ററി എടുത്തിട്ട് വേണം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാനായിട്ട്. അപ്പോൾ ഇതാണ് പത്മിനിയുടെ ബാറ്ററി. പത്മിനിയുടെ ബാറ്ററി അത്യാവശ്യം ചാർജുള്ളൊരു ബാറ്ററി, ചാർജല്ല, അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമുക്കത് ഊരെടുത്ത് നോക്കിയിട്ട് ഇവനെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെടുക്കാനായിട്ട് ഇവിടെ അത്യാവശ്യം മറ്റേ നേരത്തെ സീരിയലത്തെ പോലെ പണി കുറവാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഊരെടുക്കാൻ പറ്റും. നമ്മളങ്ങനെ ബാറ്ററി കൊണ്ട് സീരിയൽ കയറ്റി ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ആവുന്നില്ല. അതേപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ കൺസോളിൽ നമുക്ക് ബാറ്ററിയുടെ വാർണിംഗ് സൈൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയും ഈ പത്നിയുടെ ബാറ്ററിയും ഡൗൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഈ ബാറ്ററി റീചാർജ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടൊന്ന് കയറ്റിയ വണ്ടിയാണ്. പക്ഷേ വണ്ടി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ആഴ്ച വരെ മേലെയായി. അതുകൊണ്ടാണ് സ്റ്റാർട്ടാവാത്തത്.